ഹായ് എവരിവൺ. ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സെൽഫ് ലവ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ എങ്ങനെ എന്നെ മാറ്റിയെടുത്തു എന്നുള്ള എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത കുറച്ച് ലൈഫ് ലെസൺസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് ഞാൻ ചിന്തിച്ച ഒരു വലിയൊരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും റബ്ബിൻ്റെ സൃഷ്ടികളാണ്. ആ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിലെ വലിയൊരു കോൺഫിഡൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ കുട്ടികളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വലിയ കോൺഫിഡൻസ്, അവരുടെ ആ ഒരു സെൽഫ് ലവ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കുറച്ച് നേരത്തേക്കാണ് അവരുടെ ഓരോ ഇമോഷൻസും അവർക്കുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും ഇതുപോലെ വലിയൊരു കോൺഫിഡൻസ് ഉള്ള വലിയൊരു സെൽഫ് ലവ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് ക്രിയേഷനായിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ എവിടേക്കോ അത് മറന്നു പോകുന്നു. ആ ഒരു കുട്ടികളിലേക്ക് നോക്കിയാൽ നമുക്കത് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ചിന്ത വല്ലാതെ തന്നെ എൻ്റെ സെൽഫ് ലവ്, എൻ്റെ കഴിവിനെ കുറിച്ചുള്ള ബോധം ഒക്കെ എനിക്ക് തിരിച്ചു തന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എനിക്കുള്ള എൻ്റെ കഴിവുകളെ മനസ്സിലാക്കി, അതുപോലെ എൻ്റെ കുറവുകളെ മനസ്സിലാക്കി എന്നുള്ളതാണ്. എൻ്റെ കഴിവുകളെയും എൻ്റെ കുറവുകളെയും ഞാൻ എപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നോ അപ്പോഴാണ് എനിക്ക് വിജയം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ഉള്ള കഴിവുകൾ ഓരോന്നും, അതിൽ ഓരോന്നിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ എൻ്റെ ലിമിറ്റേഷൻസ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡിസിഷൻസ് ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു രൂപത്തിൽ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അക്സെപ്റ്റൻസ് മെയിനാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് ഏതാണോ, നമുക്ക് നമ്മുടെ സൃഷ്ടാവ് തന്നിട്ടുള്ള ലൈഫ് ഏതാണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എനിക്ക് വലിയൊരു ബിസിനസ് ചെയ്യണം, അപ്പോൾ ഞാനൊരു വലിയൊരു കോടീശ്വരൻ്റെ ഒരു മകളായി ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള പല ക്വസ്റ്റ്യൻസും, ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും എനിക്ക് നടന്നില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ബ്ലെയിം ചെയ്യാതെ നമ്മളുടെ ആ ഒരു ലൈഫ് ഏതാണോ നമുക്ക് സൃഷ്ടാവ് തന്നിട്ടുള്ളത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു കൃഷിക്കാരൻ അറിയാം, നമ്മളൊരു ഉപമ രീതിയിൽ പറയുകയാണെങ്കിൽ ആ കൃഷിക്കാരൻ അറിയാം ഈ വിത്ത് ഏത് സ്ഥലത്താണ് നടേണ്ടത് എന്നുള്ളത്. ഒരു കള്ളിമുൾച്ചെടി അത് മരുഭൂമിയിലാണ് വളരേണ്ടത്. നേരെ മറിച്ച് ഒരു നെല്ലാണെങ്കിൽ അതൊരു ചെളിയിൽ വളർന്നാൽ മതി. അപ്പോൾ ഓരോ വിത്തും എവിടെ നടണം, എവിടെ വളരണം എന്നുള്ളത് നമ്മളെക്കാളും പെർഫെക്റ്റ് ആയിട്ട് അറിയുന്നത് നമ്മുടെ സൃഷ്ടാവിനാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ള നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ നീഡ്സ്, നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും, ഇതൊന്നും തുറന്ന് പറയില്ല. എന്നിട്ട് ഇതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പോകും. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ ഏറ്റെടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് വേണം, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് പറയുക. അത് തുറന്ന് പറഞ്ഞിട്ട് അത് ആരോടാണോ, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മളുമായിട്ട്, നമ്മുടെ റിലേഷനിലുള്ള നമ്മുടെ ബെസ്റ്റായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ തുറന്നു പറയുക. അപ്പോൾ ഈ തുറന്നു പറച്ചിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്. ഇതൊന്നും പറയാതെ അവർക്ക് ഇഷ്ടപ്പെടുമോ, അവരെന്ത് ചിന്തിക്കും, ഇതൊക്കെ നമ്മുടെ സെൽഫ് ലവിനെ താഴ്ത്തി കളയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മൾ ആദ്യം വില കൊടുത്തിട്ട് അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയുള്ള നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫിനെ നമ്മൾ വളരെ കൈൻഡ്നെസ്സോടു കൂടി നോക്കുക, അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സെൽഫിനെ ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യാനും, അതുപോലെ എനിക്ക് വരുന്ന മിസ്റ്റേക്കിനൊക്കെ ഞാനൊരു കൈൻഡ്നെസ്സോട് കൂടിയിട്ട് എന്നെ നോക്കി കാണാനും തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് മനസ്സിൽ അതിനൊരു സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ട് വളരെ ഫിയറോട് കൂടിയിട്ടായിരുന്നു ഒരു ഡോക്ടർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കണമെങ്കിലോ ഇല്ലെങ്കിൽ കുറേ ആളുകളുടെ മുന്നിൽ സംസാരിക്കണമെങ്കിലോ ഒക്കെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ എൻ്റെ സെൽഫുമായിട്ടുള്ള കമ്പനി ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിലുള്ള എൻ്റെ സോളുമായിട്ട്
നല്ലൊരു കണക്ഷനാണ്. അപ്പോൾ എനിക്ക് വരുന്ന മിസ്റ്റേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ചർച്ച ചെയ്തിട്ട് ഒരു ബെസ്റ്റ് കമ്പനി, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ബെസ്റ്റ് കമ്പനിയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ മിറർ ടോക്ക് ചെയ്യുകയാണെങ്കിൽ പോലും എന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് അവിടെ അപ്രീസിയേഷൻ കൊടുക്കാം. അതുപോലെ സെൽഫായിട്ട് ഞാൻ എന്നെ ഹഗ് ചെയ്യും. അപ്പോൾ ഈ ഹഗ്ഗിലൂടെയൊക്കെ എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു അപ്രീസിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ അപ്രീസിയേഷൻ ഇതൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവിടെ നിന്ന് കിട്ടാതെ പോകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്ക് കുഞ്ഞുനാളിലെ മുതൽ നമുക്ക് നമ്മുടെ ഉമ്മ ഇതുപോലെ അപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും, കെയറിങ് തന്നിട്ടുണ്ടാവും, നമ്മൾ കരഞ്ഞപ്പോൾ ഓടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു അപ്രീസിയേഷൻ നമ്മളെപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങുന്നോ അപ്പോഴേ നമ്മൾ സക്സസ് ആവുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ ടേക്ക് കെയർ ചെയ്യട്ടെ, ഇവർ ടേക്ക് കെയർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റക്കായി പോകും. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പിന് നമ്മൾ അപ്രീസിയേഷൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ തന്നെ നമുക്കൊരു വലിയ വാല്യൂ ഉണ്ടാവും. ഒരു കൽക്കരിയുടെ വാല്യൂ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും വാല്യൂ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ആ കൽക്കരിയുടെ അതേ ചെയിനുള്ള നമ്മുടെ ഡയമണ്ട്, ആ ഒരു ഡയമണ്ട് ആ ഒരു വാല്യൂ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡയമണ്ട് ആവണോ കൽക്കരി ആവണോ എന്ന് സ്വയം തീരുമാനിക്കുക.